നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. എങ്ങനെ ഈ അവസാന വട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലായിരിക്കുമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള പ്രചാരണത്തിൽ നിന്നും എങ്ങനെയാ വിലയിരുത്താൻ പറ്റുന്നത്? അല്ല, പ്രചാരണത്തിൽ ഞങ്ങൾ വളരെ മുന്നിലായിരുന്നു. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് നടത്തേണ്ട എല്ലാ പ്രചരണങ്ങളും നടത്തി. ഏറ്റവും അവസാനം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചെങ്ങന്നൂരിൽ വന്ന് പൊതുയോഗത്തിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചു. അത് ഞങ്ങൾക്ക് വളരെ ആവേശം നൽകി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞങ്ങളെ കൂടുതൽ ആവേശമുള്ളതും എനർജൈസ് ചെയ്യുന്നതിന് സഹായകരമായി. സാധാരണ ഒരു കോൺഗ്രസ് അധ്യക്ഷൻ അപൂർവമായിട്ടാണ് ഞങ്ങളുടെ മണ്ഡലത്തിൽ വന്നിട്ടുള്ളത്. അതും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ് അധ്യക്ഷൻ, ഒരു സംവരണ മണ്ഡലമായ മാവേലിക്കര. അദ്ദേഹത്തിൻ്റെ വരവ് നന്നായി ഞങ്ങൾ ആഘോഷിച്ചു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന രീതിയിലുള്ള മറുപടി, മോദിക്ക് നൽകിയ മറുപടിയും ഒക്കെ ഞങ്ങളുടെ പ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും വളരെ ആവേശം പകർന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രചരണ രംഗത്ത് ഞങ്ങൾ ബഹുദൂരം മുന്നിൽ പോയി. വോട്ടർമാർ ആദ്യം ഒക്കെ മാധ്യമങ്ങൾ പറഞ്ഞു മാവേലിക്കര UDF പുറകിലാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ അത് മാറ്റി പറയാൻ തുടങ്ങി. മാവേലിക്കരയിലും UDF ബഹുദൂരം മുന്നിലാണെന്ന് മാധ്യമങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ നെൽകർഷകരുടെ പ്രശ്നമുണ്ട്, നെല്ല് സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കശുവണ്ടി തൊഴിലാളികളുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചർച്ചയാക്കിയോ? തീർച്ചയായിട്ടും, പിന്നെ സംശയമുണ്ടോ? ഇതെല്ലാം അതായത് കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ, കുട്ടനാട്, അപ്പർ കുട്ടനാട് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി, മാവേലിക്കരയൊക്കെ അപ്പർ കുട്ടനാട്ടിൽ വരും. അവിടെ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയം നെൽകൃഷിക്കാരുടെ നെല്ല് സംഭരിച്ചതിൻ്റെ വില കൊടുക്കാതെ 2 കർഷകർ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ എടുത്ത പുഞ്ചയ കൃഷിയുടെ നെല്ല് സംഭരിച്ചിട്ടും ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. കഴിഞ്ഞതിൻ്റെ പണം കൃത്യമായി കിട്ടിയിട്ടില്ല. ഇതൊരു CPIയുടെ 2 മന്ത്രിമാരാണ്. കൃഷി വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് വകുപ്പും കൈകാര്യം ചെയ്യുന്നത് CPIയുടെ മന്ത്രിമാരാണ്. അവർക്കറിയാം കൃഷിക്കാർക്ക് പമ്പിംഗ് സബ്സിഡി കൊടുത്തിട്ടില്ല, മടവീഴ്ച വന്നപ്പോൾ മടകുത്തിയൻ്റെ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല, കൈകാര്യ ചെലവ് വർദ്ധിച്ചു കൊടുത്തിട്ടില്ല, വിത്ത് സമയത്ത് എത്തിച്ചിട്ടില്ല, വളം കൃത്യമായി. ഇതെല്ലാം കൃഷി വകുപ്പിൻ്റെ കെടുകാര്യസ്ഥയാണ്. ഇനി സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ ഭാഗത്ത്, കോർപ്പറേറ്റ് ഭാഗത്ത് സംഭരണത്തിന് കാലതാമസം നേരിട്ടു. സംഭരിച്ച നെല്ലിൻ്റെ വില കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത പുഞ്ചയ്ക്കുള്ള സംഭരണവും അതിൻ്റെ വില കൊടുക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ല. ഇങ്ങനെയുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഈ 2 മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന്. ആ 2 മന്ത്രിമാർ പ്രതികരിക്കുന്ന പാർട്ടിയാണ് CPI ആണ് ഇവിടെ മത്സരിക്കുന്നത്. തീർച്ചയായും കുട്ടനാട്ടിലെ അപ്പർ കുട്ടനാട്ടിലെ നെൽകർഷകർ ശക്തമായി ഈ CPIക്കെതിരായി, CPI മന്ത്രിമാർക്കെതിരെ അവരുടെ വോട്ടിലൂടെ പ്രതികരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സമരം ചെയ്തതും ലാത്തി ചാർജിന് ഇരയായതും നെൽകർഷകരുടെ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിരന്തരം പോരാട്ടം നടത്തിയ ജനപ്രതിനിധി നിലയിൽ കൃഷിക്കാർക്ക് ബോധ്യമുണ്ട്. അവരോടൊപ്പം നിന്നതും അവരെ ചേർത്ത് നിർത്തിയതും അവർക്ക് വേണ്ടി പോലീസിനെ തല്ലുകൊണ്ടതും സെക്രട്ടേറിയറ്റ് തിരുവോണകാലത്ത് വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം ആഹാരം കഴിക്കാതെ പട്ടിണിക്കഞ്ഞി കഴിച്ചതുമൊക്കെ അവരോടൊപ്പം ഞാനാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് കൃഷിക്കാർ ഒന്നടങ്കം എനിക്ക് പിന്തുണക്കും. മറ്റൊന്ന്, ചെങ്ങന്നൂർ വരുമ്പോൾ, ചെങ്ങന്നൂർ മാവേലി വീണ്ടും അതുപോലെ കുന്നത്തൂർ വരുമ്പോൾ കേരയിൽ മഞ്ഞക്കുറ്റി ഇടാൻ വന്നപ്പോൾ ആ മഞ്ഞക്കുറ്റി ഇടാൻ വന്ന പോലീസിനെയും ആ കോൺട്രാക്ടർമാരെയും അടിച്ചോടിക്കുകയും അവരെ പിന്തിരിപ്പിക്കുകയൊക്കെ ചെയ്ത് അവിടുത്തെ ഈ കുടിയിറക്കുന്ന ഇരകൾക്കൊപ്പം നിന്ന ജനപ്രതിനിധി ഞാൻ മാത്രമാണ്. പരിചയ സമ്പത്തും മണ്ഡലത്തിലെ വോട്ടർമാരുമായുള്ള വ്യക്തിബന്ധമൊക്കെയാകും വലിയ നേട്ടം, അല്ലെങ്കിൽ മുന്നേറ്റത്തിന് വഴിയൊരുക്കുക. അങ്ങനെയാണോ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു 80% വീടുകളുമായിട്ട് എനിക്ക് അടുത്ത ബന്ധം. ഏതെങ്കിലും ചടങ്ങ്, ഒന്ന് വിവാഹത്തിന് ഞാൻ പോയിക്കും, അല്ലെങ്കിൽ മരണ ചടങ്ങ് പോയിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചടങ്ങുകൾക്ക് എല്ലാ എന്നെ ക്ഷണിക്കാറുണ്ട്. ക്ഷണിക്കാത്ത പരിപാടികൾ ഉണ്ട്. ഈ മരണാനന്തര ചടങ്ങുകളൊന്നും അറിഞ്ഞു കേട്ടാണ് പോകുന്നത്. അവിടെയൊക്കെ നമ്മുടെ പ്രവർത്തകർ വിളിച്ചവർ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കണ്ടു പോകും, പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആ വീടുകൾ പോകും. അതുപോലെ തന്നെ മണ്ഡലത്തിൽ ഞാനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു മരണ വീട് കണ്ടാൽ അവിടെ ഇറങ്ങാം. അല്ലെങ്കിൽ മരിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കരിങ്കൊടി ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങി ആ വീട്ടിൽ കയറി അവരോട് 5 മിനിറ്റ് വർത്താനം പറഞ്ഞ് ഞാൻ സ്ഥലത്തില്ലാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ അവർക്കൊരു സന്തോഷമാകും. അങ്ങനെ നോക്കുമ്പോൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു 60-70% വീടുകളുമായിട്ട് രാഷ്ട്രീയത്തിനപ്പുറമായി എനിക്ക് ബന്ധമുണ്ട്. അവരൊന്നും എന്നെ മറക്കത്തില്ല. പിന്നെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 15 വർഷമായിട്ട് എനിക്ക് 2 ഓഫീസാണ്. ആ 2 ഓഫീസിലൂടെ ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ, അത് റെയിൽവേ ടിക്കറ്റ് ആകാം, പ്രൊമോഷൻ ആകാം, ട്രാൻസ്ഫർ ആകാം, ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, ഇതെല്ലാം പ്രോംപ്റ്റായിട്ട് ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കുന്ന ഒരു MP ആണ് ഞാൻ. അതിനാണ് നമ്മുടെ 2 ഓഫീസ് കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവരൊന്നും എന്നെ ഒരിക്കലും മറക്കാതെ. ഇപ്പോൾ ഒരു കശുവണ്ടി ഫാക്ടറി ചെന്നപ്പോൾ അവിടെ നിന്ന് തൊഴിലാളി പറഞ്ഞ് എൻ്റെ മകൾക്ക് ജോലി വാങ്ങിച്ചെന്ന സാറാണെന്ന് പറയുകയുണ്ടായി. അവർ ഉറക്കെ പറഞ്ഞു, എല്ലാവരും കേൾക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വ്യക്തിപരമായി സഹായിച്ചതും വികസനപരമായി ഓരോ പ്രദേശത്തും ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം
എടുത്തു നോക്കിയാൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ ഒരിക്കലും മറക്കുകയില്ല. അവർ എനിക്കെതിരായി വോട്ട് ചെയ്യത്തുമില്ല. പക്ഷേ ഇതൊന്നും അറിയാത്ത ഞാൻ എന്താണ് ഇവിടെ ചെയ്തത്, ഒരു MP എന്ന നിലയിൽ ഞാനിവിടെ എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത മാധ്യമങ്ങളാണ് എനിക്കെതിരായിട്ട് ആദ്യം മുതൽ ഇങ്ങനെയൊരു സർവേ ഒക്കെ നടത്തി എനിക്കെതിരായിട്ട് വാർത്ത കൊടുത്തത്. ഇപ്പോൾ ആ ഇലക്ഷൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ അവർക്കും തോന്നി ഇത് ഇപ്പം നമ്മൾ 60 ദൂരം മുന്നിൽ നമ്മൾ ജയിക്കാൻ പോകുന്നു എന്നുള്ളത് മാധ്യമങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് ഞാൻ. CCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്, പ്രവർത്തക സമിതി അംഗമാണ്. അപ്പോൾ ആ നിലയിൽ സംസ്ഥാനത്ത് UDF എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കും? ഇയാൾ 20 സീറ്റ് 20 ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് UDF നേതൃത്വം, KPC നേതൃത്വം. ഏതായാലും ഈ നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറാണ്. കശുവണ്ടി ഫാക്ടറികളിൽ തൊഴിലാളികളുമായി സംബന്ധിച്ച് അവരുടെ വോട്ടൊക്കെ ഉറപ്പിച്ച് UDFന്റെ മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ്.